സിൽടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 7ൻ്റെ ലാസ്റ്റ് പോർഷനാണല്ലോ എടുക്കുന്നത്. മൊഡ്യൂൾ 7ൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇറിഗേഷനും അതുപോലെ തന്നെ ഹൈഡ്രോളജിയുമാണ്. അപ്പോൾ നമ്മൾ ഇറിഗേഷൻ കഴിഞ്ഞ ക്ലാസ്സോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് എടുക്കുന്നത്. മൊഡ്യൂൾ 7ൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇറിഗേഷൻ പ്ലസ് ഹൈഡ്രോളജി ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ഹൈഡ്രോളജിയാണ്. അപ്പം ഹൈഡ്രോളജിയിൽ കുറച്ച് കാര്യങ്ങളാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സിലബസ് നോക്കിയിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ നമ്മളെ സിലബസിൽ നോക്കിയാൽ കാണാൻ പറ്റും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സിലബസിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഹൈഡ്രോളജിൻ്റെ ഏരിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ മുതൽ അല്ലേ. ഹൈഡ്രോളജിയിൽ റൺ ഓഫ് ആൻഡ് മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് ഓഫ് കാച്ച്മെൻറ്റ്, റെയിൻഫാള്, ടൈപ്പ് ഓഫ് റെയിൻ ഗേജസ്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറയുന്നതാണ് റെയിൻഫോൾ സൈക്കിള്, പിന്നെ ആവറേജ് ആനുവൽ റെയിൻഫാൾ ഓഫ് ആൻ ഏരിയ, മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ആവറേജ് റെയിൻഫാൾ ഓഫ് എ കാച്ച്മെൻറ്റ്, അതായത് ദിസ് ഈസ് പോളിഗണൽ മെത്തേഡും, പിന്നെ അതുപോലെ തന്നെ കാച്ച്മെൻറ്റ് ബേസിൻസ് ആൻഡ് കാച്ച്മെൻറ്റ് ഏരിയ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാച്ച്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ ഗുഡ്, ആവറേജ്, ബാഡ്, പിന്നെ ഫ്രീ കാച്ച്മെൻറ്റ്, ഇൻ്റർസെപ്റ്റിംഗ് കാച്ച്മെൻറ്റ്, റൺ ഓഫ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റൺ ഓഫ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്യാം. പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സിലബസിൽ നോക്കിയിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ പഠിച്ച് ടിക്കറ്റ് പോകുന്നത് തന്നെയായിരിക്കും നല്ലതായിരിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയുകയാണെങ്കിൽ ഹൈഡ്രോളജി അല്ലേ. ഹൈഡ്രോളജിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഹൈഡ്രോളജിയിൽ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ബേസിക് ആയിട്ടുള്ള ഹൈഡ്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈഡ്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് വാട്ടർ ആണ് അല്ലേ. എന്താണ് ഹൈഡ്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് സ്റ്റഡി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതെന്താണ് ഡീൽ ചെയ്യുന്നത്? ഇറ്റ് ഡീൽസ് വിത്ത് ദ ഒക്കറൻസ്, അതുപോലെ തന്നെ സർക്കുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ആണ്. അപ്പം അതാണ് ഹൈഡ്രോളജിയിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ഹൈഡ്രോളജിയിൽ നോക്കുന്ന സമയത്ത് എന്താണ്? ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് സ്റ്റഡി ഓഫ് വാട്ടർ അല്ലേ. നമുക്ക് പേരിൽ തന്നെ മനസ്സിലാവുന്നതാണ്. സ്റ്റഡി ഓഫ് വാട്ടർ ആണ് ഹൈഡ്രോളജി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പറയുന്നത് എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ ഒക്കറൻസ്, സർക്കുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ. അപ്പം അതാണ് ഹൈഡ്രോളജീനെ ബേസിക് ആയിട്ട് നമുക്ക് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഇത് പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ, അപ്പം അതും കൂടെ ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറയാം. അപ്പം എന്താണ് പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ഹൈഡ്രോളജിക്കൽ സൈക്കിളിൽ ജസ്റ്റ് ഞാനതൊന്ന് പറയാൻ നോട്ടായിട്ട് എഴുതുന്നില്ല. ഇവാപ്പറേഷൻ, അതുപോലെ തന്നെ ഫോർമേഷൻ ആൻഡ് മൂവ്മെന്റ് ഓഫ് ക്ലൗഡ്, പിന്നെ പ്രസിപ്പിറ്റേഷൻ വരുന്നുണ്ട്, പിന്നെ ഓവർലാൻഡ് ഫ്ലോ വരുന്നുണ്ട്, പിന്നെ ഇൻഫിൽട്രേഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ. ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ഇതേ രീതിയിലാണ് വരുന്നത്. അപ്പം നമുക്കത് അറിയാം, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കതൊന്നും സിലബസിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് സിലബസിൽ പറഞ്ഞ കാര്യങ്ങളായിട്ട് ഓരോ നോക്കിയാലോ. സിലബസിൽ നമുക്ക് റൺ ഓഫ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് റൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾക്കറിയാം, ആ ഒരു പേരിലുള്ള പോലെ തന്നെ റൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് വാട്ടർ ആണ്. റൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്ലോ ഓഫ് വാട്ടർ ആണ് വരുന്നത്. ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് കാച്ച്മെന്റ് ഏരിയ. എന്താണ് കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ? കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രസിപ്പിറ്റേഷൻ ഉണ്ട്. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഒക്കെ നമുക്ക് അറിയണ്ടാവും അല്ലേ. ആ ഒരു പ്രസിപ്പിറ്റേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു വെള്ളമാണെങ്കിൽ എല്ലാം ഒരു സെയിം ഔട്ട്ലെറ്റിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. എന്താണ് കാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an area where all the precipitation falling over it will reaches the same outlet point. അപ്പം അതാണ് കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ. എന്താണ് കാച്ച്മെന്റ് ഏരിയ? കാച്ച്മെന്റ് ഏരിയ ഈസ് ആൻ ഏരിയ
is an area where all the precipitation falling over it will reach the same outlet point. അപ്പം അതിനെയാണ് നമ്മൾ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇനി നമുക്ക് കാച്ച്മെൻറ്റ് ലീക്കേജ് എന്താണെന്ന് നോക്കാം. കാച്ച്മെൻറ്റ് ലീക്കേജ് എന്താണ്? കാച്ച്മെൻറ്റ് ലീക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഒരു പ്രസിപ്പിറ്റേഷൻ കാരണം ഉണ്ടാവുന്നത് ഒരു ഏരിയയിലേക്ക് വരും നമ്മൾ പറഞ്ഞു അല്ലേ. ആ ഒരു കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്ന് നെക്സ്റ്റ് കാച്ച്മെൻറ്റ് ഏരിയയിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കാച്ച്മെൻറ്റ് ലീക്കേജ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് കാച്ച്മെൻറ്റ് ലീക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഫ്രം വൺ കാച്ച്മെൻറ്റ് area flows into next catchment ഏരിയ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കാച്ച്മെൻറ്റ് ലീക്കേജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കാച്ച്മെൻറ്റിൻ്റെ ഒന്നും കൂടെ പറയാം, ക്ലോസ്ഡ് കാച്ച്മെൻറ്റ് അല്ലേ. ക്ലോസ്ഡ് കാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ഒരു സിംഗിൾ പോയിന്റിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, വാട്ടർ ഫ്ലോസ് ഇൻ ടു സിംഗിൾ പോയിന്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് കാച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ലേക്ക് സറൗണ്ടിങ് എ ഹിൽ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പം ഒരു സിംഗിൾ പോയിന്റിലേക്കാണ് വാട്ടർ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് കാച്ച്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്? വാട്ടർ ഫ്ലോസ് ഇൻ ടു എ സിംഗിൾ പോയിന്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. എന്താണ്? water flows into a single point. അപ്പം അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് കാച്ച്മെന്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് പ്രസിപ്പിറ്റേഷൻ്റെ തന്നെ ആനുവൽ ആവറേജ് റെയിൻഫോള് അതുപോലെ തന്നെ ആനുവൽ റൺ ഓഫും ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പം പ്രസിപ്പിറ്റേഷനിൽ annual average rainfall in India എത്രയാണ് വരുന്നത്? ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ നോക്കണം. ആനുവൽ ആവറേജ് റെയിൻഫോൾ ഇൻ ഇന്ത്യ വരുന്നത് 119 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ആനുവൽ റൺ ഓഫ് ആണെങ്കിലോ, ആനുവൽ റൺ ഓഫ് ആണെങ്കിൽ 55 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ നമുക്ക് ആനുവൽ ആവറേജ് റെയിൻഫോൾ ഇൻ കേരള കൂടെ നോക്കാം അല്ലേ. ആനുവൽ ആവറേജ് റെയിൻഫോൾ ഇൻ കേരള ആണെങ്കിൽ എത്രയാണ് വരുന്നത്? ഇൻ കേരള ആണെങ്കിൽ വരുന്നത് 280 to 320 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ആനുവൽ ആവറേജ് റെയിൻഫോൾ ഇൻ ഇന്ത്യ ആണെങ്കിൽ 119 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ആനുവൽ റൺ ഓഫ് ആണെങ്കിൽ 55 സെൻറ്റിമീറ്റർ ആണ്. ആനുവൽ ആവറേജ് റെയിൻഫോൾ ഇൻ കേരള ആണെങ്കിൽ 280 to 320 സെൻറ്റിമീറ്റർ ആണ്. അപ്പം അതും കൂടെ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് പ്രസിപ്പിറ്റേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ല, നിങ്ങൾക്ക് അറിയണ്ടാവില്ല. പ്രസിപ്പിറ്റേഷൻ നമുക്ക് ക്ലൗഡ്സിൽ നിന്നൊക്കെ താഴേക്ക് നമ്മൾ എർത്തിലേക്ക് വീഴുന്നത് അല്ലേ. അതായത് റെയിൻഫോൾ ആവാം, അതുപോലെ തന്നെ ഡ്രിസിൽ ആവാം, പിന്നെ അതുപോലെ തന്നെ എന്താണ് സ്നോ ആവാം. അതൊക്കെ നമുക്ക് ക്ലൗഡ്സിൽ നിന്ന് നമ്മൾ എർത്തിലേക്ക് വീഴുന്നതാണ് അല്ലേ വാട്ടർ ഫ്ലോമിൽ. ഇപ്പോൾ പ്രസിപ്പിറ്റേഷൻ നമ്മളൊരു ഡെഫിനിഷൻ പോലെ പറയുകയാണെങ്കിൽ എന്താണ് പറയുക? എനി ലിക്വിഡ് ഓർ ഫ്രോസൺ വാട്ടർ ദാറ്റ് ഫോംസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ അല്ലേ. അറ്റ്മോസ്ഫിയർ എന്നാണ് വരുന്നത് ആൻഡ് ഫോളൺ ബാക്ക് ടു ദ എർത്ത് ആണ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ട പ്രസിപ്പിറ്റേഷനിൽ നമുക്ക് എന്തൊക്കെ ഫോമിലാണ് പ്രസിപ്പിറ്റേഷൻ എന്നുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. പ്രസിപ്പിറ്റേഷൻ എന്തൊക്കെ ഫോമിലാണെന്നുള്ളത് ജസ്റ്റ് സിമ്പിളായിട്ട് ഞാനൊന്ന് പറയാം.
ഫസ്റ്റ് റെയിൻ അല്ലേ, റെയിൻ ഒരു പ്രസിപ്പിറ്റേഷൻ്റെ ഫോമാണ്. എങ്ങനെയാണ് റെയിൻ്റെത് വരുന്നത്? ഈ ഒരു റെയിനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ സൈസ് <6 mm ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. എന്താണ് റെയിനിൽ ഓർത്ത് വെക്കേണ്ട കാര്യം? റെയിനിൽ മോസ്റ്റ് predominant water droplet size is less than 6 mm ആണെന്നുള്ളത് അറിയാം. പിന്നെ അതുപോലെ തന്നെ ഡ്രിസിലാണെങ്കിലോ, ഡ്രിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റൽ മഴ അല്ലേ, ആ ഒരു ഡ്രിസിലിൻ്റെതാണെങ്കിൽ അതിൻ്റെ ഡ്രോപ്ലെറ്റ് സൈസ് വരുന്നത്, ഡ്രോപ്ലെറ്റ് സൈസ് പറയുന്നത് ഡ്രോപ്ലെറ്റ് സൈസ് <0.5 mm ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം റെയിന്, ഡ്രിസിൽ, പിന്നെ അതുപോലെ തന്നെ സ്നോ ആണെങ്കിലോ, സ്നോവും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പോർഷനായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞപ്പം ഒരു ഏരിയ പറയുന്നതേ ഉള്ളൂ. സ്നോ ആണെങ്കിൽ അല്ലെങ്കിൽ സ്നോഫോൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, അതിൻ്റെ വാട്ടർ ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോസൺ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഡെൻസിറ്റി 0.1 gram per ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ, അതാണ് ഈ ഒരു സ്നോയിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം സ്നോയിൽ എന്താണ് നോക്കേണ്ടത്? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ഫ്രോസൺ സ്റ്റേറ്റ് ആയിരിക്കും അല്ലേ, ഫ്രോസൺ സ്റ്റേറ്റിലായിരിക്കും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവുക. ഡെൻസിറ്റി എത്രയാണ് വരുന്നത്? ഡെൻസിറ്റി 0.1 gram per ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ. അപ്പം അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് സ്ലീറ്റ്, ഗ്ലേസ്, ഹീലൊക്കെ ഉണ്ട്. അപ്പം അതൊന്നും ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ട ഒരു ഏരിയ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് മെഷർമെന്റ് ഓഫ് പ്രസിപ്പിറ്റേഷൻ. മെഷർമെന്റ് ഓഫ് പ്രസിപ്പിറ്റേഷൻ, ഈ ഒരു പ്രസിപ്പിറ്റേഷൻ നമുക്ക് മെഷർ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. മെഷർമെന്റ് ഓഫ് പ്രസിപ്പിറ്റേഷൻ, പ്രസിപ്പിറ്റേഷൻ്റെ മെഷർമെന്റ് എങ്ങനെയൊക്കെയാണ് വരുന്നത്? റെയിൻ ഗേജ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈറ്റോമീറ്റർ, പിന്നെ അതുപോലെ തന്നെ ഓംബ്രോമീറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പ്രസിപ്പിറ്റേഷൻ മെഷർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ, രണ്ടായിട്ട്. ആ ഒരു ക്ലാസിഫിക്കേഷൻ എക്സാമിന് അധികം ചോദിച്ച് കാണാറുണ്ട്. ഏതാണ് രണ്ട് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വരുന്നത്? ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു രണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജും അതുപോലെ തന്നെ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജും അല്ലേ. നോൺ റെക്കോർഡിങ്ങും അതുപോലെ തന്നെ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിന് ചോദിച്ച് കാണാറുണ്ട്. അപ്പം നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജിന് എക്സാമ്പിൾസും അതുപോലെ തന്നെ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജിന് എക്സാമ്പിൾസും നമുക്ക് നോക്കാനുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെയാണ് നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കിയാലോ. നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് അല്ലേ. ഫസ്റ്റ് നമുക്ക് നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് എഴുതാം. നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ്. ഏതൊക്കെയാണ് നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് വരുന്നത്? നിങ്ങളത് മൈൻഡിലേക്ക് കറക്റ്റ് ഓർത്ത് നോക്കുക. ഞാൻ പറയുന്ന സമയത്ത് നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജിൽ വരുന്നതാണ് സൈമൺസ് റെയിൻ ഗേജ്, അതുപോലെ തന്നെ ടോട്ടലൈസറും അല്ലേ. അപ്പോൾ നമുക്ക് സൈമൺസ് റെയിൻ ഗേജും പിന്നെ അതുപോലെ തന്നെ ടോട്ടലൈസറുമാണ് വരുന്നത്. അപ്പം സൈമൺസ് റെയിൻ ഗേജ് നോക്കിയാലോ. സൈമൺസ് റെയിൻ ഗേജ് ആണല്ലോ എപ്പോഴും എക്സാംസിന് ചോദിച്ച് കാണാറ്. സൈമൺസ് റെയിൻ ഗേജ് ഈസ് നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് ആണ്. ഈ ഒരു സൈമൺസ് റെയിൻ ഗേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോസ്റ്റ്ലി ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് സൈമൺസ് റെയിൻ ഗേജ് ആണ് അല്ലേ. അപ്പം ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ദിസ്
ഈസ് ദ റെയിൻ ഗേജ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ അല്ലേ? മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇന്ത്യ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം അതാണ് സൈമൺസ് റെയിൻ ഗേജിൻ്റെത് നോക്കേണ്ടത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? ടോട്ടലൈസർ അല്ലേ? സെക്കൻഡ് വൺ പറഞ്ഞിട്ടുള്ളത് അതാണ്. ഇതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനാക്സസിബിൾ ലൊക്കേഷൻ ഉണ്ടാവുമല്ലോ, ലൈക്ക് ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഹില്ലി ഏരിയാസിലൊക്കെ, അവിടെയാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് റെയിൻ ഗേജസ് യൂസ് ചെയ്യുന്നത്. എന്താണ് നോട്ട് ചെയ്യേണ്ടത്? യൂസ്ഡ് ഇൻ ഇനാക്സസിബിൾ ലൊക്കേഷൻസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. നമ്മൾ ഇതിലൊക്കെ തന്നെ ഡെപ്ത് ഓഫ് റെയിൻഫോൾ ആണ് കേട്ടോ ഔട്ട്പുട്ട് കിട്ടുക. അതും കൂടെ ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് പറഞ്ഞു. നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജിലാണ് സൈമൺസ് റെയിൻ ഗേജും അതുപോലെ തന്നെ ടോട്ടലൈസറും. അതിൽ നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈമൺസ് റെയിൻ ഗേജ് ആണ് പറയേണ്ടത്. ഇനി നമുക്ക് റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് നോക്കാം. റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജിൽ വരുമ്പം റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജിൽ ഏതാണ് വരുന്നത്? റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജിൽ വരുന്ന ഒന്നാണ് വെയിങ് ബക്കറ്റ് ടൈപ്പ് അല്ലേ? ഫസ്റ്റ് വൺ ആണ് വെയിങ് ബക്കറ്റ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ് കർവ് വരയ്ക്കുകയാണ് അല്ലേ? മാസ് കർവ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. മാസ് കർവിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് റെയിൻഫോൾ വേഴ്സസ് ടൈം ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇവിടെ ക്യുമുലേറ്റീവ് റെയിൻഫോൾ ആണ് വേഴ്സസ് ടൈം അല്ലേ? അങ്ങനത്തെ ഒരു മാസ് കർവ് ആണ് നമ്മൾ ഒരു വെയിങ് ബക്കറ്റ് ടൈപ്പിൽ വരയ്ക്കുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്? മാസ് കർവ് ആണ്. ഔട്ട്പുട്ട് മാസ് കർവ് ആണ്. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ക്യുമുലേറ്റീവ് റെയിൻഫോൾ വേഴ്സസ് ടൈം. അത് ഓർത്ത് വെക്കുക, ക്യുമുലേറ്റീവ് റെയിൻഫോൾ വേഴ്സസ് ടൈം ആണെന്നുള്ളത്. പിന്നെ നമുക്ക് സെക്കൻഡ് ഏതാണ് വരുന്നത്? സെക്കൻഡ് റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജിൽ വരുന്നതാണ് ടിപ്പിംഗ് ബക്കറ്റ് ടൈപ്പ് അല്ലേ? ടിപ്പിംഗ് ബക്കറ്റ് ടൈപ്പ് എന്നുള്ളതാണ് സെക്കൻഡ് വരുന്നത്. ടിപ്പിംഗ് ബക്കറ്റ് ടൈപ്പ് ഇതാണ് സെക്കൻഡ് റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജിൽ വരുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതും ഡെപ്ത് ഓഫ് റെയിൻഫോൾ തന്നെയാണ്. അപ്പോൾ ഡെപ്ത് ഓഫ് റെയിൻഫോൾ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഔട്ട്പുട്ട് വരിക ഡെപ്ത് ഓഫ് റെയിൻഫോൾ ആണ്. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് ലൊക്കേഷൻസിലാണ് നമ്മളിത് അധികവും യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഓർത്ത് വെക്കുക. റിമോട്ട് ലൊക്കേഷൻസിലാണ് യൂസ്ഡ് ഇൻ റിമോട്ട് ലൊക്കേഷൻസ്. അതുപോലെ തന്നെ ഈ ഒരു ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജിനെ തന്നെ നമ്മൾ ടെലിമെട്രിക് ഗേജ് എന്നും പറയും. അത് അതിൻ്റെ കൂടെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് തേർഡ് വൺ നോക്കാം അല്ലേ? നെക്സ്റ്റ് നോക്കാനുള്ളതാണ് തേർഡ് വണ്ണിൽ നാച്ചുറൽ സൈഫണിലും നമ്മൾ മാസ് കർവ് ആണ് അവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് റെയിൻ ഗേജ്, നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന റെക്കോർഡിംഗ് റെയിൻ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നാച്ചുറൽ സൈഫൺ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം എന്തൊക്കെയാണ് നാച്ചുറൽ സൈഫണിൽ ഓർത്ത് വെക്കേണ്ടത്? ഓർത്ത് വെക്കേണ്ടത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മാസ് കർവ് ആണ്. അതുപോലെ തന്നെ റെക്കോർഡിംഗ് റെയിൻ ഗേജ് യൂസ്ഡ് ഇൻ ഇന്ത്യ അല്ലേ? അപ്പോൾ ഈ ഒരു നാച്ചുറൽ സൈഫൺ എന്ന് പറയുന്നതാണ് റെക്കോർഡിംഗ് റെയിൻ ഗേജ് യൂസ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളത്
നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജിൽ ഏതാണ് നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈമൺസ് റെയിൻ ഗേജ് ആണ്. റെക്കോർഡിംഗ് ടൈപ്പിലാണ് വരുന്നതെങ്കിൽ ഏതാണ് നാച്ചുറൽ സൈഫൺ ഓർ ഫ്ലോട്ട് ടൈപ്പ് എന്നൊക്കെ ഉള്ളത് ഓർത്ത് വെക്കുക. അതിൻ്റെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് നെയിമാണ് നാച്ചുറൽ സൈഫൺ അല്ലെങ്കിൽ ഫ്ലോട്ട് ടൈപ്പ്, FLOAT ഫ്ലോട്ട് ടൈപ്പ് എന്നുള്ളതാണ് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ റെയിൻ ഗേജിന്റെ ഡെൻസിറ്റി കാണണമെങ്കിൽ എങ്ങനെയാണ് കാണുക? റെയിൻ ഗേജ് ഡെൻസിറ്റി, റെയിൻ ഗേജ് ഡെൻസിറ്റിയിൽ റെയിൻ ഗേജ് ഡെൻസിറ്റി എങ്ങനെയാണ് കാണുക? ഡെൻസിറ്റി നമ്മൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ടു നമ്പർ ഓഫ് റെയിൻ ഗേജ് എടുത്തിട്ടാണ് നമ്മൾ ഡെൻസിറ്റി ഓഫ് റെയിൻ ഗേജ് കാണുക. അപ്പം റെയിൻ ഗേജ് ഡെൻസിറ്റി എങ്ങനെയാണ് കാണുക? Defined as ratio of area to number of rain gauge. ഇതാണ് റെയിൻ ഗേജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു റെയിൻ ഗേജിന്റെ റെക്കമെൻഡേഷൻസ് ഉണ്ടാവും അല്ലേ? പ്ലെയിൻ ഏരിയയിൽ എങ്ങനെയാണ് കൊടുക്കുക, അതുപോലെ തന്നെ ഹില്ലി ഏരിയയിൽ എങ്ങനെയാണ് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് കുറച്ച് റെക്കമെൻഡേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കിയാലോ. റെക്കമെൻഡേഷൻസ് അല്ലേ, റെക്കമെൻഡേഷൻ എടുക്കുകയാണെങ്കിൽ ഫോർ പ്ലെയിൻ ഏരിയ ആണെങ്കിൽ എങ്ങനെയാണ് വരിക? ഫോർ പ്ലെയിൻ ഏരിയ റെയിൻ ഗേജ് എങ്ങനെയാണ്? റെയിൻ ഗേജ് ഫോർ every 520 കിലോമീറ്റർ സ്ക്വയർ അല്ലേ? എവരി 520 കിലോമീറ്റർ സ്ക്വയറിൽ പ്ലെയിൻ ഏരിയ ആണെങ്കിൽ റെയിൻ ഗേജ് ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് വൺ നോക്കുകയാണെങ്കിൽ ഫോർ എൻ ഏരിയ വിത്ത് എലിവേഷൻ ആണെങ്കിൽ ഫോർ എൻ ഏരിയ വിത്ത് എലിവേഷൻ ഗ്രേറ്റർ ദാൻ 1000 മീറ്റർ ആണെങ്കിൽ റെയിൻ ഗേജ് ഫോർ എവരി 260 to 390 കിലോമീറ്റർ സ്ക്വയർ എന്നുള്ളത് ഓർക്കാം. പിന്നെ അതുപോലെ തന്നെ തേർഡ് വണ്ണ് റെയിൻ ഗേജ് ഫോർ ഹില്ലി ഏരിയാസ് ആണെങ്കിൽ അല്ലേ? ഫോർ ഹില്ലി ഏരിയാസ് റെയിൻ ഗേജ് എങ്ങനെയാണ് വരിക? എവരി 130 കിലോമീറ്റർ സ്ക്വയറിൽ നമ്മൾ റെയിൻ ഗേജ് പ്രൊവൈഡ് ചെയ്യും. റെയിൻ ഗേജ് ഫോർ എവരി 130 കിലോമീറ്റർ സ്ക്വയർ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ റെയിൻ ഗേജിന്റെ റെക്കമെൻഡേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. പ്ലെയിൻ ഏരിയ, അതുപോലെ തന്നെ എലിവേഷൻ ഗ്രേറ്റർ ദാൻ 1000 മീറ്റർ, അതുപോലെ തന്നെ ഹില്ലി ഏരിയയിലുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് നോക്കേണ്ട ഒന്നാണ് ആവറേജ് ആനുവൽ റെയിൻഫാൾ അല്ലേ? ആവറേജ് ആനുവൽ റെയിൻഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഈ ഒരു ആവറേജ് ആനുവൽ റെയിൻഫാൾ എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻഫോൾ സൈക്കിൾ പീരീഡിലാണ് നമ്മൾ ഈ ഒരു ആവറേജ് ആനുവൽ റെയിൻഫോൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ത്യൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ആവറേജ് റെയിൻഫോൾ ഓവർ 35 ഇയേഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? ആവറേജ് ആനുവൽ റെയിൻഫോൾ, ആവറേജ് ആനുവൽ റെയിൻഫോൾ അവിടെ എന്താണ് നോട്ട് ചെയ്യുന്നത്? ദ ആവറേജ് calculated for the rainfall cycle period. So in India, average rainfall over 35 ഇയേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ
അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റെയിൻഫോളിന്റെ ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്നത് ഏതൊക്കെയാണ് മെത്തേഡ് ഉണ്ടാവുക? മാസ് കർവ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈറ്റോഗ്രാഫ് വെച്ചിട്ടുണ്ട് അല്ലെ, ബാർ ഡയഗ്രാം അല്ലെ ഹൈറ്റോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഡബിൾ മാസ് കർവ് ഉണ്ട്, ഡെപ്ത് ഓഫ് റെയിൻഫോളിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ മീൻ പ്രസിപ്പിറ്റേഷൻ കാൽക്കുലേഷൻ ആണ് നോക്കാനുള്ളത്. മീൻ പ്രസിപ്പിറ്റേഷൻ കാൽക്കുലേഷൻ, മീൻ പ്രസിപ്പിറ്റേഷൻ കാൽക്കുലേഷൻ ആണ്. അതിൽ ഫസ്റ്റ് വരുന്ന മെത്തേഡ് ഏതാണ്? അതിൽ ഫസ്റ്റ് വരുന്ന മെത്തേഡാണ് അരിത്തമാറ്റിക് മീൻ മെത്തേഡ്. അരിത്തമാറ്റിക് മീൻ മെത്തേഡാണ്. അപ്പം ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ ആ ഒരു ഇക്വേഷനും ആ ഒരു ഫോർമുല അല്ലെ നിങ്ങൾക്ക് അറിയണ്ടാം, അതും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ ഓർമ്മിപ്പിച്ച് തരാം. അരിത്തമാറ്റിക് മീൻ മെത്തേഡ് ഈസ് ദ ലീസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഫോർമുല അല്ലെ എങ്ങനെയാണ് കാണുക? പി മീൻ ഈസ് ഈക്വൽ ടു precipitation mean is equal to P1 plus P2 plus P3 plus P4 plus P5 divided by 5 ആണ്. അപ്പം ഇതാണ് ആ ഒരു അരിത്തമാറ്റിക്കൽ മീൻ കാണേണ്ടിയിട്ടുള്ള ആ ഒരു ഇക്വേഷൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് മെത്തേഡ് ഏതാണ്? സെക്കൻഡ് മെത്തേഡ് വരുന്നത് ടെസ്സിസ് പോളിഗണൽ മെത്തേഡാണ്. എന്താണ്? ടെസ്സിസ് പോളിഗണൽ മെത്തേഡ്. തിസൺ പോളിഗണൽ മെത്തേഡാണ്. പോളിഗൺ മെത്തേഡ് ഇതെങ്ങനെയാണ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഇൻഡിവിജ്വൽ ഏരിയ ടു ടോട്ടൽ ഏരിയ ആണ് നമ്മൾ കാണുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മീൻ മെത്തേഡിനേക്കാളും അരിത്തമാറ്റിക്കൽ മീൻ മെത്തേഡിനേക്കാളും ആക്യുറേറ്റ് ആണ്. പക്ഷെ മോർ ആക്യുറേറ്റ് എന്ന് പറയുന്നില്ല, അരിത്തമാറ്റിക്കൽ മീൻ മെത്തേഡിനേക്കാളും ആക്യുറേറ്റ് ആണെന്നും പറയുന്നുണ്ട്. അപ്പം നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ദാൻ അരിത്തമാറ്റിക് മീൻ മെത്തേഡ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഇക്വേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ തിയറി ആയിട്ട് തന്നെ പറയാം. ഇത് എങ്ങനെയാണ് വരുന്നത്? റേഷ്യോ ഓഫ് ഇൻഡിവിജ്വൽ ഏരിയ ടു ടോട്ടൽ ഏരിയ ആണ് അല്ലേ വരുന്നത്? ടോട്ടൽ ഏരിയ ആണ് വരുന്നത്. അപ്പം അത് ഓർത്ത് വെക്കുക. ഇൻഡിവിജ്വൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ആണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം നമ്മൾ ഇക്വേഷൻസ് ആക്കിയിട്ട് എഴുതുകയാണെങ്കിൽ PM ഈസ് ഈക്വൽ ടു P1 A1 പ്ലസ് P2 A2 ഇങ്ങനെ നമ്മൾ P5 A5 വരെ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ A അല്ലേ? അപ്പം അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് തേർഡ് പറയാനുള്ള മെത്തേഡാണ് ഐസോഹൈറ്റ് മെത്തേഡ്. തേർഡാണ് ഐസോഹൈറ്റൽ മെത്തേഡ് എന്നുള്ളത്. ഇത് ഈ മൂന്നെണ്ണത്തിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ബെസ്റ്റ് മെത്തേഡാണ്. അതുപോലെ തന്നെ ആക്യുറേറ്റുമാണ്. ആക്യുറേറ്റ് മെത്തേഡും ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഡ് ആണ്. ഫ്ലഡ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അറിയണ്ടാവും. അപ്പം നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് പീക്ക് ഡിസ്ചാർജ് ഓഫ് ഫ്ലഡ്. അപ്പം അതാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. മെത്തേഡ്സ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് പീക്ക് ഡിസ്ചാർജ് ഫ്ലഡ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഏതൊക്കെയാണ് ആ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് റാഷണൽ മെത്തേഡാണ്.
സെക്കൻഡ് വൺ ഏതാണ്? സെക്കൻഡ് വൺ ആണ്. സെക്കൻഡ് വൺ എംപിരിക്കൽ ഫോർമുല. ഇതിൽ വരുന്നതാണ് ഡിക്കൻസ് ഫോർമുല. ഡിക്കൻസ് ഫോർമുല ഇത് നോർത്ത് ഇന്ത്യ അതുപോലെ തന്നെ സെൻട്രൽ ഇന്ത്യയിലൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതാണ് റൈവ്സ് ഫോർമുല. അത് സൗത്തേൺ പാർട്സ് ഓഫ് ഇന്ത്യയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫോർമുല ഇത് വരുന്നത് വെസ്റ്റേൺ ഗാറ്റ്സ് പാർട്ടും പിന്നെ അതായത് മഹാരാഷ്ട്രയിലൊക്കെ അല്ലെ, പാർട്സ് ഓഫ് മഹാരാഷ്ട്രയിലാണ് നമ്മൾ ഇംഗ്ലീഷ് ഫോർമുല യൂസ് ചെയ്യുന്നത്. അതാണ് എംപിരിക്കൽ ഫോർമുലയിൽ വരുന്നത്. പിന്നെ നമുക്ക് തേർഡ് പറയാനുള്ളതാണ് ഫ്ലഡ് ഫ്രീക്വൻസി എസ്റ്റിമേറ്റ്സ്. ഫ്ലഡ് ഫ്രീക്വൻസി എസ്റ്റിമേറ്റും. ഫോർത്ത് വൺ ഏതാണ്? യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് മെത്തേഡ്. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് മെത്തേഡ്. അപ്പം ഇത്രയാണ് നമുക്ക് മെത്തേഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് പീക്ക് ഡിസ്ചാർജ് ഓഫ് ഫ്ലഡിൽ വരുന്നത്. റാഷണൽ മെത്തേഡ്, എംപിരിക്കൽ ഫോർമുല, ഫ്ലഡ് ഫ്രീക്വൻസി എസ്റ്റിമേറ്റ്സ്, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് മെത്തേഡ്. അപ്പം മനസ്സിലാക്കി വെക്കുക ഏതൊക്കെയാണ് മെത്തേഡ് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നോക്കാനുള്ളതാണ് ഫ്ലഡ് റൂട്ടിങ്, റിസർവോയർ റൂട്ടിങ്, പിന്നെ അതുപോലെ ചാനൽ റൂട്ടിങ്. എന്താണ് ഫ്ലഡ് റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഫ്ലഡ് റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിസ് ഈസ് ദ ക്രിയേറ്റിംഗ് ദ ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് അറ്റ് എനി സെക്ഷൻ ഓഫ് എ റിവർ ബൈ യൂട്ടിലൈസിങ് ദ ഡാറ്റ ഓഫ് വൺ ഓർ മോർ അപ്സ്ട്രീം പോയിന്റ്സ് അല്ലെ. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു റൂട്ടിങ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലഡ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. റിസർവോയർ റൂട്ടിംഗ് ആണെങ്കിൽ എഫക്റ്റ് ഓഫ് ഫ്ലഡ് വേവ്സ് എൻറ്ററിങ് എ റിസർവോയർ ക്യാൻ ബി സ്റ്റഡീഡ് ടു പ്രെഡിക്റ്റ് വേരിയേഷൻസ് ഇൻ റിസർവോയർ സ്റ്റോറേജ്. അതുപോലെ തന്നെ ഇതെന്തിനാണ് യൂസ് ചെയ്യുക? ഇത് നമുക്ക് അല്ലെങ്കിൽ ഹെൽപ്പ് ആവുന്നത് പ്രോപ്പർ ഓപ്പണിംഗ് ഓഫ് ഷട്ടേഴ്സ് അല്ലെ. സ്പിൽവേസിലൊക്കെ പ്രോപ്പർ ഓപ്പണിംഗ് ഓഫ് ഷട്ടേഴ്സിന് നമുക്ക് ഈ ഒരു റിസർവോയർ റൂട്ടിംഗ് ഹെൽപ്പ് ആവും. പിന്നെ അതുപോലെ തന്നെ ചാനൽ റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, the channel in the shape of the hydrograph when the water levels water travels down a dam through a channel ആണ് സ്റ്റഡി ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ചാനൽ റൂട്ടിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. കുറേ കാര്യങ്ങൾ നമ്മൾ സിലബസിലുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സിലബസിലുള്ള ഓരോ കാര്യങ്ങളും എടുത്തു വെച്ചിട്ട് തന്നെ പഠിക്കുക. എന്നിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കവറാക്കുന്നുണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഹൈഡ്രോളജിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഹൈഡ്രോളജിയിൽ ബേസിക് ആയിട്ടുള്ള ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്റ്റഡി ഓഫ് ദ സയൻസ് ഓഫ് വാട്ടർ ആണ് അല്ലേ. അപ്പൊ അതാണ് നമ്മൾ ഹൈഡ്രോളജി എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഹൈഡ്രോളജി എന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ ഹൈഡ്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് സ്റ്റഡി ഓഫ് വാട്ടർ ആണ്. അപ്പൊ നമ്മൾ പിന്നെ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ ഹൈഡ്രോളജി ഡീൽസ് വിത്ത് എന്തൊക്കെയാണ്? ഒക്കറൻസ്, അതുപോലെ തന്നെ സർക്കുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ആണ് അല്ലേ. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രെസിപ്പിറ്റേഷൻ അല്ലേ. പ്രെസിപ്പിറ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. കാച്ച്മെന്റ് ഏരിയ എന്താണ്? ആൻ ഏരിയ വേർ ഓൾ ദ precipitation falling over it will reaches the same ഔട്ട്ലെറ്റ് പോയിന്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. കാച്ച്മെന്റ് ലീക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ടർ ഫ്രം വൺ കാച്ച്മെന്റ് ഏരിയ ഫ്ലോസ് ഇൻ ടു നെക്സ്റ്റ് കാച്ച്മെന്റ് ഏരിയയിലേക്ക് അല്ലെ. അതേ രീതിയിൽ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ കാച്ച്മെന്റ് ലീക്കേജ് എന്ന് പറയുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ക്ലോസ്ഡ് കാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതേതായിരുന്നു? വാട്ടർ ഫ്ലോസ് ഇൻ ടു സിംഗിൾ പോയിന്റ് ആണെങ്കിൽ നമ്മൾ ക്ലോസ്ഡ് കാച്ച്മെന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ precipitation-ലേക്ക് നോക്കിയ സമയത്ത് ആനുവൽ ആവറേജ് റെയിൻഫോൾ ഇൻ ഇന്ത്യ നോക്കിയിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? 119 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ആനുവൽ റൺ ഓഫ് ആണെങ്കിൽ 55 സെന്റിമീറ്റർ ആണ്. ആനുവൽ ആവറേജ് റെയിൻഫോൾ ഇൻ കേരള ആണെങ്കിൽ 280 to 320 സെന്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോംസ് ഓഫ് precipitation നോക്കുക. റെയിൻ, അതുപോലെ തന്നെ ഡ്രിസില്, അതുപോലെ തന്നെ സ്നോ എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നത് മെഷർമെന്റ്
ഓഫ് പ്രസിപ്പിറ്റേഷൻ ആണ് അല്ലെ. മെഷർമെന്റ് ഓഫ് പ്രസിപ്പിറ്റേഷനിൽ നമ്മൾ നോൺ റെക്കോർഡിംഗ് ടൈപ്പും അതുപോലെ തന്നെ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജും പഠിച്ചിട്ടുണ്ടായിരുന്നു. നോൺ റെക്കോർഡിംഗ് ടൈപ്പിൽ വരുന്നത് ഏതൊക്കെയാണ്? സൈമൺസ് റെയിൻ ഗേജും അതുപോലെ തന്നെ ടോട്ടലൈസറുമാണ് നമ്മൾ നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യയിൽ വരുന്നത് സൈമൺസ് റെയിൻ ഗേജ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ റെക്കോർഡിംഗ് ടൈപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെയിങ് ബക്കറ്റ് ടൈപ്പ്, അതുപോലെ തന്നെ ടിപ്പിംഗ് ബക്കറ്റ് ടൈപ്പ്, നാച്ചുറൽ സൈഫൺ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് നമ്മൾ റെയിൻ ഗേജ് യൂസ്ഡ് ഇൻ ഇന്ത്യ അല്ലെ, റെയിൻ ഗേജ് യൂസ്ഡ് ഇൻ അല്ലെങ്കിൽ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് യൂസ്ഡ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ സൈഫൺ ആണ് വരിക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇത്രയാണ് നമ്മുടെ ആ ഒരു പ്രസിപ്പിറ്റേഷൻ്റെ മെഷർമെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു റെയിൻ ഗേജസിൻ്റെത് റെക്കോർഡിങ്ങും അതുപോലെ തന്നെ നോൺ റെക്കോർഡിംഗ് ടൈപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ റെയിൻ ഗേജ് ഡെൻസിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഏരിയ അറ്റ് നമ്പർ ഓഫ് റെയിൻ ഗേജസ് ആണ് അല്ലേ റെയിൻ ഗേജ് ഡെൻസിറ്റിയിൽ വരുന്നത്. പിന്നെ അതിൻ്റെ റെക്കമെൻഡേഷൻ ആണെങ്കിൽ പ്ലെയിൻ ഏരിയ ആണെങ്കിൽ ഫോർ എവരി 520 അല്ലേ 520 കിലോമീറ്റർ സ്ക്വയറിൽ നമ്മൾ റെയിൻ ഗേജ് കൊടുക്കും. അതുപോലെ തന്നെ ഫോർ എൻ ഏരിയ വിത്ത് എലിവേഷൻ ഗ്രേറ്റർ ദാൻ 1000 മീറ്റർ ആണെങ്കിൽ നമ്മൾ റെയിൻ ഗേജ് കൊടുക്കുന്നത് 260 to 390 കിലോമീറ്റർ സ്ക്വയറിലാണ്. പിന്നെ അതുപോലെ തന്നെ ഫോർ ഹില്ലി ഏരിയാസ് ആണെങ്കിൽ റെയിൻ ഗേജ് ഫോർ എവരി 130 കിലോമീറ്റർ സ്ക്വയർ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നോക്കാണ്ടായിരുന്നത് മീൻ പ്രസിപ്പിറ്റേഷൻ കാൽക്കുലേഷൻ ആണ്. അതിൽ അരിത്തമാറ്റിക്കൽ മീൻ മെത്തേഡും ഉണ്ട്, തിയസീസ് പോളിഗണൽ മെത്തേഡും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഐസോഹൈറ്റൽ മെത്തേഡും ഉണ്ട് അല്ലേ. അതിൽ ബെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ആക്യുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഐസോഹൈറ്റൽ മെത്തേഡാണ്. അല്ലെങ്കിൽ പിന്നെ അതിൽ ലീസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? അരിത്തമാറ്റിക്കൽ മീൻ മെത്തേഡാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ആ ഒരു ഇക്വേഷൻസ് നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്ലഡിന്റെ ഏരിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെത്തേഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് പീക്ക് ഡിസ്ചാർജ് ഓഫ് ഫ്ലഡ് ആണ്. അതിൽ റാഷണൽ മെത്തേഡ് ഉണ്ട്, എംപിരിക്കൽ ഫോർമുല ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എംപിരിക്കൽ ഫോർമുലയിൽ വരുന്ന സമയത്ത് ഡിക്കൻസ് ഫോർമുല, അതുപോലെ തന്നെ റൈസ് ഫോർമുല, ഇംഗ്ലീഷ് ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തേർഡ് വണ്ണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്ലഡ് ഫ്രീക്വൻസി എസ്റ്റിമേറ്റ് അല്ലേ. അപ്പം മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് പീക്ക് ഡിസ്ചാർജ് ഓഫ് ഫ്ലഡിൽ നമ്മൾ റാഷണൽ മെത്തേഡ്, എംപിരിക്കൽ ഫോർമുല, ഫ്ലഡ് ഫ്രീക്വൻസി എസ്റ്റിമേറ്റ്, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് മെത്തേഡ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്ലഡ് റൂട്ടിങ്ങും പിന്നെ റിസർവോയർ റൂട്ടിങ്ങും ചാനൽ റൂട്ടിങ്ങും എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്ലഡ് റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? creating the flood hydrograph at any section of the river by utilizing the data of one or more upstream points എന്നുള്ളത് ഓർത്ത് വെക്കുക. റിസർവോയർ റൂട്ടിംഗ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യൂസ് ഫോർ പ്രോപ്പർ ഓപ്പണിംഗ് ഓഫ് ഷട്ടേഴ്സ് അല്ലേ. പിന്നെ ചാനൽ റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? the change in shape of the hydrograph when the water travels down a dam through a channel is studied അല്ലേ. അപ്പം അതാണ് നമ്മൾ ചാനൽ റൂട്ടിങ്ങിൽ ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കറക്റ്റ് എല്ലാവരും സിലബസും പോയിന്റ്സും നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ മാക്സിമം തിയറി മാത്രം കവർ ചെയ്തുകൊണ്ട് കാര്യമില്ല, മാക്സിമം ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾ പഠിക്കുന്ന തിയറീസിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുക അല്ലേ. അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കി കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റട്ടെ, എല്ലാവർക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾ എഫേർട്ട് ഇടുക, റിസൾട്ടിനെ കുറിച്ച് ബോധേഡ് ചെയ്യരുത്. നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും അതിനൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പം നിങ്ങൾ എഫേർട്ട് ഇടുന്നതിനനുസരിച്ച് ഉണ്ടാവില്ലേ നിങ്ങളെ റിസൾട്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെക്കാളും മുന്നേ ഒരാൾ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇടുന്നതിനെക്കാട്ടും കൂടുതൽ എഫേർട്ട് അവർ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ ഒരു നിങ്ങൾ എഫേർട്ട് തന്നെ കൊടുക്കുക. ഓരോരുത്തരുടെ റിസൾട്ട് കാണുന്ന സമയത്ത് അതിനോട് കമ്പയർ ചെയ്ത് ഡൗൺ ആവാതെ നിങ്ങൾ കറക്റ്റ് പഠിക്കുന്നുണ്ട്, നിങ്ങൾ എക്സാംസ് എഴുതുന്ന സമയത്ത് നിങ്ങളെ മാർക്ക് ഇൻക്രീസ് ആവുന്നുണ്ട്, നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾ അവർ പഠിക്കുന്ന മെത്തേഡ് കറക്റ്റാണ്. അപ്പം ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് കറക്റ്റ് റെഗുലറായിട്ട് പഠിച്ച് റിവിഷൻ കറക്റ്റ് ചെയ്തിട്ട് തന്നെ പോവുക. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.